നമസ്കാരം. ഞാനിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്. നമ്മുടെ പാലക്കാട് ഡിവിഷൻ മുറിച്ച് മംഗലാപുരത്തെ മൈസൂരേക്ക് ചേർക്കുകയാണ്. അപ്പോൾ എനിക്ക് കേരളത്തിലെ UDF MP-മാരോടും കേരള സർക്കാരിനോടും അഭ്യർത്ഥിക്കാനൊരു കാരണമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരള MP-മാർ പാലക്കാട് ഡിവിഷന് മുമ്പിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നു എന്നുള്ളതാണ്. എൻ്റെ സുഹൃത്തുക്കളെ, പാലക്കാട് ഡിവിഷന് മുമ്പിലല്ല, നമ്മളെല്ലാവരും ചേർന്ന് കേരള സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് മുമ്പിലാണ് സമരം സംഘടിപ്പിക്കേണ്ടത്. പാലക്കാട് ഡിവിഷന് മുമ്പിൽ സമരം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മുടെ ഡിവിഷനെ മുറിച്ചുകൊണ്ടു പോകുന്ന യഥാർത്ഥ പ്രതികൾ അറിയും? ഉത്തരവാദപ്പെട്ടവർ എങ്ങനെയാണത് അറിയുക? ഇത് ആദ്യമായിട്ടല്ല പാലക്കാട് ഡിവിഷനെ മുറിക്കുന്നത്. 2007 എനിക്കെൻ്റെ UDF MP-മാരോട് പറയാനുള്ളത്, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പാലക്കാട് ഡിവിഷനെ ആദ്യം മുറിച്ചത്. 1247 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാളങ്ങളുള്ള പാലക്കാടിനെ അന്ന് മുറിച്ച് സേലത്തേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ ഈ പാലക്കാട് ഡിവിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമായിട്ടുള്ള മംഗലാപുരം ചരക്ക് ഗതാഗതത്തിൻ്റെ 90%, മൊത്തം വരുമാനത്തിൻ്റെ 50% ഇതിപ്പോൾ മൈസൂരേക്ക് ചേർക്കുകയാണ്. അതോടുകൂടി പാലക്കാട് ഡിവിഷൻ ശുഷ്കിക്കും. മാത്രമല്ല, നമ്മുടെ തന്നെ നിരവധി വണ്ടികൾക്ക് മേൽ നമുക്കുള്ള നിയന്ത്രണം നഷ്ടപ്പെടും. നമ്മുടെ സ്വന്തം വണ്ടികളായിട്ട് നമ്മൾ അഭിമാനിക്കുന്ന ചില വണ്ടികളുണ്ടല്ലോ, മലബാറും മാവേലി ഉൾപ്പെടെയുള്ള, ഇതൊക്കെ ഇനി പുതിയ ഡിവിഷന്റെ നിയന്ത്രണത്തിലാവും. യാത്രക്കാരുടെ റിസർവേഷൻ സൗകര്യം ഉൾപ്പെടെ, എമർജൻസി കോട്ട ഉൾപ്പെടെ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. മാത്രമല്ല, പാലക്കാട് ഡിവിഷൻ ശുഷ്കിക്കും. അതിന്റെ വരുമാനം പാതിയാകും. 1000 കോടി രൂപയുടെ നഷ്ടം പ്രതിവർഷം പാലക്കാട് ഡിവിഷനുണ്ടാവും. നമ്മൾ എത്രയോ കാലമായി ഒരു സോണിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഒരു സോണിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഘട്ടത്തിലാണ് ഉള്ള ഡിവിഷൻ പോലും മുറിച്ചു കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു മറുപടിയുണ്ട്. എന്താണെന്നറിയൂ? അതായത് കേരളത്തിന് കോച്ച് ഫാക്ടറി ഇല്ല, അതിവേഗ പാതയില്ല. അതിനവർ കാരണമായി പറഞ്ഞൊരു കാര്യമുണ്ട്. കേരള ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശവും അതിവേഗ പാതയ്ക്ക് വേണ്ടിയിട്ട് അംഗീകരിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞങ്ങൾ അതുമായിട്ട് മുമ്പോട്ട് പോകുന്നത് എന്നാണ് റെയിൽവേ ചോദിച്ചത്. കേരള സർക്കാർ എന്താ ചെയ്തത്? ഇടതുപക്ഷത്തെ ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് ശ്രീധരനെ വെച്ച് ഒരു നിർദ്ദേശം സംഘടിപ്പിച്ചിട്ട് ആ നിർദ്ദേശം പരിശോധിച്ചിട്ട് അത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞിട്ട് അത് ചവറ്റുകൊട്ടയിൽ തള്ളി. ഇതല്ലേ നിങ്ങൾ ചെയ്തത്? പാലക്കാട് കോച്ച് ഫാക്ടറി 1982 ശ്രീമതി ഗാന്ധി വാഗ്ദാനം ചെയ്തതല്ലേ? അത് പിന്നീട് ഖലിസ്ഥാൻ ഭീകരതയെ അമർച്ച ചെയ്യാനെന്നുള്ള പേരിൽ, അല്ലെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനെന്ന പേരിൽ എങ്ങോട്ട് കൊണ്ടുപോയി? പഞ്ചാബിലേക്ക് കൊണ്ടുപോയി. പിന്നീട് ലാലു പ്രസാദ് യാദവ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ചു കോച്ച് ഫാക്ടറി. പിന്നെ അത് PPP ആക്കി. ഇപ്പോൾ എനിക്ക് നൽകിയ മറുപടിയിൽ കേന്ദ്ര സർക്കാർ പറയാണ് കോച്ച് ഫാക്ടറി ഇല്ല, പക്ഷെ ആ സ്ഥലം ഞങ്ങൾ വിട്ടുതരില്ല, അത് ഞങ്ങൾ കയ്യിൽ വെക്കും. ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ ഉണ്ടായപ്പോൾ, ഇത്രയൊരു മറുപടി വന്നപ്പോൾ കേരള സർക്കാർ പ്രതികരിക്കുമെന്ന്. ഒരു പ്രതികരണവും നടത്തിയില്ല. അതുകൊണ്ട് പാലക്കാട് ഡിവിഷൻ മുറിക്കുമ്പോൾ നമ്മുടെ റെയിൽവേ സ്വപ്നങ്ങൾക്കാണ് ചിറക് നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിറക് അരിയപ്പെടുന്നത്. അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. കേരള ഗവൺമെന്റ് ഏകോപനം നടത്തി ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണം. ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, എവിടെ പ്രതിഷേധിക്കാനും എവിടെ പ്രക്ഷോഭം നടത്താനും. അതുകൊണ്ട് കൺകെട്ട് വിദ്യകൾ അവസാനിപ്പിച്ച് നമുക്ക് ഒരുമിച്ച് സംയുക്തമായിട്ട് ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കാം, ഇക്കാര്യത്തെ പ്രതിരോധിക്കാം.